ഹായ് ഓൾ. 2025 ഫെബ്രുവരിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന LP ഇന്റർവ്യൂ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. തീർച്ചയായും റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കാണുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ എല്ലാ ജില്ലകളിലും ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്, ആ ക്വസ്റ്റ്യൻസിന് എന്തെല്ലാം വ്യക്തമായ ഉത്തരം നൽകണം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വഴി തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഇന്റർവ്യൂവില് ഏതെങ്കിലും തരത്തിൽ നമുക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് ഒരു വിഷയം മാത്രമല്ല അവര് ചോദിക്കുന്നത്, ഇന്റർവ്യൂ ബോർഡ് എല്ലാ വിഷയങ്ങളിൽ നിന്നും ചോദിക്കുന്നുണ്ട്. ഒപ്പം തന്നെ നമ്മുടെ ഡിഗ്രി സബ്ജക്റ്റ് ഏതാണ് എന്നതിനെ അടിസ്ഥാനമാക്കിയും ചോദ്യങ്ങൾ വരുന്നുണ്ട്. അത് വളരെ റെയർ ആയിട്ടാണ് ചോദിക്കുന്നുള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിലും മലയാളം എന്ന വിഷയമാണ് ഡിഗ്രി എങ്കിൽ പോലും അതെല്ലാം തന്നെ വളരെ ഡീപ്പായിട്ട് അതിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. ഡിഗ്രി PG ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒന്നും തന്നെ ചോദിക്കുന്നില്ല. ചോദിക്കുന്നതെല്ലാം തന്നെ ഈ വിഷയങ്ങൾ നമ്മൾ പ്രൈമറി ക്ലാസ്സുകളിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. തീർച്ചയായും ഇന്റർവ്യൂകൾ നടക്കുന്നത് വഴി അതിലെ ക്വസ്റ്റ്യൻസിലുള്ള ഈ ഡിസ്കഷൻ തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഏവർക്കും യൂസ്ഫുൾ ആകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏവർക്കും PSC ലൈഫ് ടോക്സിലേക്ക് സ്വാഗതം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. CAL എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. CAL എന്നത് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ലേണിംഗ് ആണ്. കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ്, കമ്പ്യൂട്ടറിനെ സഹായത്തോടുകൂടി, കമ്പ്യൂട്ടർ എന്നൊരു വസ്തുവിന്റെ സഹായത്തോടു കൂടി പഠനം ടീച്ചർ അല്പം കൂടി സുഖകരമായി നടത്തുന്നു. ടീച്ചറുടെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആരാണ്? കമ്പ്യൂട്ടറാണ്. അതാണ് കമ്പ്യൂട്ടർ അസിസ്റ്റഡ് ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ 5E. നമ്മൾ 5E പറ്റി നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എൻഗേജ്, എക്സ്പ്ലോർ, എക്സ്പ്ലെയിൻ, ഇവാലുവേറ്റ് എന്നിങ്ങനെ 5 ഘട്ടങ്ങളെ പറ്റി ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഇതിൽ ഞാൻ ഒന്നുകൂടി വിശദമാക്കാൻ പോകുന്നത്, ചോദ്യങ്ങൾ വരുമ്പോൾ ഇത് ഏതാണ് 5 ഘട്ടം എന്നല്ല ചോദിക്കുന്നത്. അത് ചോദിക്കുന്നുണ്ട് എങ്കിൽ പോലും അതിനോട് ചേർന്ന് എല്ലാവരോടും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾ എടുത്ത് ആ ടോപ്പിക്കിനെ ഈ 5Eയുമായി ബന്ധപ്പെടുത്തി പറയുക എന്നൊരു ചോദ്യം. ഇത് റിപ്പീറ്റഡ് ആയിട്ട് പലയിടത്തും ചോദിച്ചു കണ്ടു. അതുകൊണ്ട് തന്നെ ആ ഒരു ചോദ്യത്തെ പറ്റി ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ചു. ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് നമുക്കതിനെ ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ എടുക്കുന്ന ടോപ്പിക് മഴയുണ്ടാകുന്നത് എങ്ങനെ, ഇതാണ് പ്രോബ്ലം. 5E എന്നൊരു ടെക്നിക്ക് വെച്ച് നമ്മൾ എങ്ങനെയാണ് ഇതിനെ അനലൈസ് ചെയ്യുന്നത്? മഴയുണ്ടാകുന്നത് എങ്ങനെ എന്ന പ്രശ്നം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രോബ്ലം എന്ന് പറയുന്നത് മഴയുണ്ടാകുന്നത് എങ്ങനെ. തുടർന്ന് അടുത്തതായിട്ട് അന്വേഷിച്ച് നമ്മൾ അതിൻ്റെ ഒരു ആൻസർ കണ്ടെത്തുകയാണ്. എൻഗേജ്, അതിനെ നമ്മൾ ആ ഒരു ചോദ്യം നമ്മളെ എൻഗേജ് ചെയ്യിക്കുന്നതോടുകൂടി നമ്മൾ അന്വേഷണം ആരംഭിക്കുകയാണ്. തുടർന്ന് അതിനെ കണ്ടെത്തി, ആ ഒരു റീസൺ കണ്ടെത്തി, മഴയുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് കുട്ടി കണ്ടെത്തി പല വിധത്തിലുള്ള ചർച്ചകളിലൂടെയും അതല്ല ടീച്ചേഴ്സിന്റെ സഹായത്തോടെ, പാരൻസിന്റെ സഹായത്തോടെയൊക്കെയാണ് ആ കുട്ടി ആ ഒരു ആശയം കണ്ടെത്തിയത്. അപ്പൊ കണ്ടെത്തിയ ആശയം കുട്ടി വിനിമയം ചെയ്യുകയാണ്. എക്സ്പ്ലോർ ചെയ്തു, തുടർന്ന് അത് വിനിമയം ചെയ്യാണ്. കണ്ടെത്തിയ ഒരു ഐഡിയനെ ബാക്കി കുട്ടികൾക്കായിട്ട് ഈ അന്വേഷിച്ച് കണ്ടെത്തിയ കുട്ടി അവതരിപ്പിക്കുന്നു. തുടർന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ഇതിനെ കൂടുതൽ വളരെ രസകരമായിട്ട് ആ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങളിലേക്ക് കുട്ടി അതിൻ്റെ ആഴങ്ങളിലേക്ക് കുട്ടി ഇറങ്ങിച്ചെന്ന് കുട്ടി ആ ഒരു സബ്ജക്റ്റിനെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അവസാനമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു, അതായത് ആ ഒരു പ്രോബ്ലത്തിനെ വിലയിരുത്തുന്നു.
അപ്പൊ മഴ ഉണ്ടാകുന്നത് എങ്ങനെ എന്നൊരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെയാണ് കുട്ടി ആ ഒരു പ്രശ്നം ഏറ്റെടുക്കുന്നു, അത് അന്വേഷിക്കുന്നു, ആ അന്വേഷിച്ച് കിട്ടിയ ഒരു ഐഡിയ, അത് കണ്ടെത്തിയ ആ ഐഡിയ ബാക്കി കുട്ടികളുമായിട്ട് വിനിമയം ചെയ്യുന്നു. തുടർന്ന് തുടർ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടത് കുട്ടി ശേഖരിക്കുന്നു, വിലയിരുത്തുന്നു. ഇങ്ങനെയാണ് ഈ 5E എന്നത് ഏതെങ്കിലും ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാൻ പറ്റുക. മറ്റൊരു പ്രധാന ചോദ്യം, കലാപഠനം എന്നത് LP ക്ലാസ്സുകളിൽ ഇപ്പൊ നടക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് കുട്ടിക്കുണ്ടാകുന്ന എന്തെങ്കിലും എന്ത് കഴിവാണ് ആ കുട്ടിക്ക് ഒരു പ്രൈമറി ക്ലാസ്സിലെ കുട്ടിക്ക് കലാപഠനത്തിലൂടെ ലഭിക്കുന്നത്? ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കലാപഠനത്തിലൂടെ കുട്ടിയുടെ ഭൗതിക വികാസമാണ് സാധ്യമാകുന്നത്. തീർച്ചയായിട്ടും മനുഷ്യ മസ്തിഷ്കം എന്ന് പറയുന്നത് അതിൽ ബഹുമുഖ ബുദ്ധിയാലായിട്ട് വിന്യസിച്ചിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നമ്മൾ ബഹുമുഖ ബുദ്ധിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിൽ 9 തരം ബുദ്ധി പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് സർഗാത്മക ബുദ്ധി എന്ന് പറയുന്നത്, ക്രിയേറ്റീവ് ഇന്റലിജൻസ്. തീർച്ചയായിട്ടും കലയുടെ ഏത് പ്രവർത്തനവും ബഹുമുഖ ബുദ്ധി വികാസത്തിന് സഹായകമാണ്. ക്രിയേറ്റീവ് ഇന്റലിജൻസ് വികസിക്കാനായിട്ട് കലാപഠനം യൂസ്ഫുൾ ആണ് എന്നുള്ളത് നമുക്കിവിടെ ഉത്തരമായിട്ട് പറയാം. തുടർന്ന് നമുക്ക് ചോദിച്ചിട്ടുള്ളൊരു മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, അനുരൂപീകരണ പ്രവർത്തനം എന്താണ് എന്നാണ്. അനുരൂപീകരണം എന്താണ്, അനുരൂപീകരണ പ്രവർത്തനങ്ങൾ എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അനുരൂപീകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ടീച്ചേഴ്സ് ഒരു ടീച്ചിങ് മാനുവൽ, എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ്, ടീച്ചിങ് മാനുവൽ നിർമ്മിക്കുന്നു, എഴുതി തയ്യാറാക്കുന്നു. നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഒരു ഭിന്നശേഷി നിലവാരത്തിലുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ മാറ്റം വരുത്തുന്നു. ആ കുട്ടിയെ കൂടി ഉൾക്കൊള്ളിക്കാവുന്ന വിധത്തില് ആ ഒരു പ്രവർത്തനങ്ങൾ നമ്മൾ മാറ്റി തയ്യാറാക്കുന്നു. അതിനെയാണ് നമ്മൾ അനുരൂപീകരണ പ്രവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ അനുരൂപീകരണ പ്രവർത്തനങ്ങളാണ് തയ്യാറാക്കേണ്ടത്. ഭിന്നശേഷി പഠിതാക്കള് സ്ഥിരമായിട്ട് ഇപ്പോൾ നമ്മുടെ വിദ്യാലയങ്ങളിൽ അവർക്ക് പ്രവേശനമുള്ളത് കാരണം അവർ സ്ഥിരമായിട്ട് മിക്ക ക്ലാസ്സുകളിലും നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രവർത്തനം തയ്യാറാക്കുമ്പോൾ ആ പ്രവർത്തനം എല്ലാ കുട്ടികൾക്കും വേണ്ടിയുള്ളതാകണം. പ്രത്യേകിച്ച് ഈ ഭിന്നശേഷി നിലവാരത്തിലുള്ള കുട്ടികൾക്കും അത് ചെയ്യാവുന്ന തരത്തിൽ നമ്മൾ ആ പ്രവർത്തനത്തെ അനുരൂപീകരണം ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ അനുരൂപീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു മാറ്റമാണ്, ഒരു ചേഞ്ച് വരുത്തുന്നതിനെയാണ് നമ്മൾ അനുരൂപീകരണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ചോദ്യം ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടാണ്. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്ത് വന്നതുകൊണ്ട് മാത്രം ഒന്നുകൂടി പറയാം. ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തെ പറ്റി തീർച്ചയായിട്ടും നമ്മൾ NCC അതുപോലെ സ്പോർട്സ് കോട്ട അങ്ങനെയൊക്കെയുള്ള കാൻഡിഡേറ്റ്സ് നമ്മുടെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് തീർച്ചയായിട്ടും ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഇമ്പോർട്ടൻസ്, എന്തിനാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്നതിനെ പറ്റിയിട്ടൊക്കെ അവരോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും കുട്ടിയുടെ സമഗ്രമായ വികാസമാണ് പൊതുവിദ്യാഭ്യാസം എന്നതുകൊണ്ട് ലക്ഷ്യം വയ്ക്കുന്നത്. അതിൽ ഉൾപ്പെടേണ്ട ഒന്നാണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം. പൊതുവിദ്യാഭ്യാസത്തിന്റെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് നമുക്ക് ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തെ കാണാം. ആധുനിക സമൂഹത്തിൽ ഇതിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും ആരോഗ്യമില്ലാത്ത, രോഗമുള്ള ഒരവസ്ഥ എന്ന് പറയുന്നത് ഏറ്റവും മോശകരമാണ്. ഓരോ വ്യക്തിയുടെയും ശാരീരികവും മാനസികവും സാമൂഹികവും വൈകാരികവുമായിട്ടുള്ളൊരു പൂർണ്ണമായിട്ടുള്ളൊരു വളർച്ച, അതിനെയാണ്, അല്ലെങ്കിൽ പൂർണ്ണമായിട്ടുള്ളൊരു സുസ്ഥിരമായ ഒരു അവസ്ഥയാണ് ആരോഗ്യം എന്ന് പറയുന്നത്. ആരോഗ്യം നമ്മുടെ ബോഡി അതിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഇരിക്കുന്നതല്ല. പൂർണ്ണമായ ഒരു വ്യക്തിയെ അളക്കുമ്പോൾ ആ വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളിലും മികച്ച പ്രവർത്തനമാണെങ്കിൽ മാത്രമാണ് ആ ഒരു വ്യക്തി പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടിയ വ്യക്തി എന്ന് നമുക്ക്
പറയാൻ പറ്റുള്ളൂ. ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാര്യക്ഷമതയോടെ ചെയ്യാനായിട്ട് സാധിക്കുകയാണെങ്കിൽ, ക്ഷീണമൊന്നും അനുഭവപ്പെടാതെ വ്യത്യസ്ത ശാരീരിക പ്രവർത്തനങ്ങൾ അത്യാവശ്യ സന്ദർഭങ്ങളിലെല്ലാം ചെയ്യാൻ കഴിവുണ്ട് എങ്കിൽ, അതിനുള്ള മികച്ച ഒരു എബിലിറ്റി ആ ഒരു വ്യക്തിക്ക് ഉണ്ടെങ്കിൽ അതിനെയാണ് മികച്ച കായികക്ഷമത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പ്രാഥമിക വിദ്യാഭ്യാസ കാലയളവിലാണ്, അതായത് 1 മുതൽ 6, 7 ക്ലാസ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് കുട്ടിയുടെ വളർച്ച, വികാസം എന്നത് വളരെ നിർണായകമായിട്ട് നമ്മൾ വിലയിരുത്തപ്പെടുന്നത്. ഈ ഒരു അവസരത്തിൽ കുട്ടിക്ക് ആരോഗ്യ കായിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനായിട്ട് പരമാവധി അവസരങ്ങൾ ടീച്ചേഴ്സായ നമ്മൾ നൽകണം. സജീവമായിട്ടുള്ള മികച്ചൊരു ജീവിത ശൈലി രൂപപ്പെടുത്തുന്നതിനും അത് നിലനിർത്താനും ആരോഗ്യ കായിക വിദ്യാഭ്യാസം കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. തീർച്ചയായിട്ടും ആരോഗ്യ കായിക വിദ്യാഭ്യാസം എന്തിന് എന്ന ചോദ്യത്തിന് നമുക്ക് ഇത്തരത്തിലൊരു മറുപടി നൽകാവുന്നതാണ്. തീർച്ചയായിട്ടും ചെറുപ്പം മുതൽ, ഈ പ്രൈമറി ക്ലാസ് മുതൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് കുട്ടി അറിയുന്നുണ്ടെങ്കിൽ അത് കുട്ടി വളരുന്നതിനോടൊപ്പം ആ കുട്ടിയോടൊപ്പം തന്നെ അത് വളർന്നു വരും. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്നത് പോലെ നമുക്ക് നല്ല ആരോഗ്യശീലങ്ങളെ കുറിച്ച്, അതുപോലെ ആരോഗ്യകരമായ ആഹാരശീലങ്ങളെ കുറിച്ച്, ജീവിതശൈലി രോഗങ്ങളെ കുറിച്ച്, അതിന്റെ പരിഹാര പ്രവർത്തനങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം ആ കുട്ടി ബോധവാന്മാരാകുന്നത് ചെറുപ്പകാലത്ത് തന്നെയാണ്. നമ്മൾ ഈ വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ആ കുട്ടിക്ക് പ്രൈമറി ക്ലാസ് മുതൽ ഇതിനെ പറ്റിയിട്ട് ഒരു അവബോധം ലഭിക്കുകയാണ്. പ്രത്യേകിച്ച് നമുക്ക് വിശ്രമവേളയിൽ എന്തൊക്കെ ചെയ്യാം, വ്യക്തി ശുചിത്വം എങ്ങനെയൊക്കെ ആയിരിക്കണം, പരിസര ശുചിത്വം എങ്ങനെ വേണം, അതുപോലെ ഒരു വ്യക്തിക്ക് എത്രത്തോളം ഉറക്കം വേണം, വിശ്രമം വേണം, പിന്നെ അതുപോലെ പോഷക ആഹാരങ്ങൾ ഏതൊക്കെ കഴിക്കണം, സമീകൃതാഹാരത്തിന്റെ ഇമ്പോർട്ടൻസ്, മികച്ച ആഹാരശീലങ്ങൾ ഏതെല്ലാമാണ്, ജലം കുടിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്, അതുപോലെ പൊണ്ണത്തടി, പ്രമേഹം, ഹൃദ്രോഗം, അർബുദം, വിഷാദരോഗം, ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത്, ഇതിൻ്റെയൊക്കെ ഒരു ഇമ്പാക്റ്റ്, ഇത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് മൂലം നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനെ പറ്റിയിട്ടെല്ലാം കുട്ടി അറിഞ്ഞ് ഇരിക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെയാണ് ഒരു കുട്ടിയെ ആ കുട്ടിയുടെ ഹൈറ്റിനനുസരിച്ചുള്ള തൂക്കം ഏതാണ് എന്നൊക്കെ അറിയാം. ഇതൊക്കെ നമുക്ക് ഈ 1 മുതൽ 7 വരെയുള്ള ഈ ഒരു ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിൽ ഉൾപ്പെടുന്ന സംഭവങ്ങളാണ്. ഇതെല്ലാം അറിയുന്നതിലൂടെ ആ കുട്ടി ഒരു മികച്ച ആരോഗ്യം എങ്ങനെയാണ്, ആരോഗ്യ ശൈലി അല്ലെങ്കിൽ ആരോഗ്യ രീതി എങ്ങനെയാണെന്ന് കുട്ടി അറിയുകയും തുടർന്ന് ആ ഒരു രീതി പൂർണ്ണമായിട്ടല്ലെങ്കിലും കുറെയൊക്കെ ഫോളോ ചെയ്യാൻ ആ കുട്ടിക്ക് പറ്റും. ഇത്രയെല്ലാം സാധിക്കുക എന്നുള്ളതാണ് ഒരു പ്രൈമറി ക്ലാസ്സിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ഒരു അധ്യാപകൻ കുട്ടിക്കായിട്ട് ചെയ്തു കൊടുക്കുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആരോഗ്യ കായിക വിദ്യാഭ്യാസ കമ്മിറ്റി റിപ്പോർട്ടിൽ ആരോഗ്യ കായിക വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് ഇത്രയും ഊന്നി പറയുന്ന ഈ സമയത്ത് നമ്മൾ ഇതിനെപ്പറ്റി തീർച്ചയായിട്ടും ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രകൃതി നടത്തം, ഇതിന്റെ ഉപയോഗങ്ങൾ, ഇതുകൊണ്ട് കുട്ടിക്ക് എന്തെല്ലാം നേടാൻ സാധിക്കുന്നു എന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. പ്രകൃതി നടത്തം എന്ന് പറയുന്നത് പ്രകൃതിയിലേക്ക് ഇറങ്ങി കുട്ടിക്ക് നടക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ. ഇതിലൂടെ കുട്ടിയുടെ നിരീക്ഷണ പരീക്ഷണ കഴിവുകൾ അത് വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികൾക്ക് നിരീക്ഷിച്ച് നിരീക്ഷണക്കുറിപ്പുകൾ എഴുതാനും എല്ലാമുള്ള ഒരു സാഹചര്യം ഇതിലൂടെ കുട്ടിക്ക് ലഭിക്കുന്നു. വ്യത്യസ്ത ജീവികൾ, വ്യത്യസ്ത രീതിയിലുള്ള പക്ഷികൾ, അതുപോലെ ഇൻസെക്ട്സ്, ഇതിനൊക്കെ അവർക്ക് അടുത്തറിയാനും, അതുപോലെ തന്നെ പക്ഷികൾ ജീവിക്കുന്ന ഒരു അവസ്ഥ, ജീവികൾ ജീവിക്കുന്ന ഒരു ആവാസ വ്യവസ്ഥ, വ്യത്യസ്ത തരം ചെടികള്, മരങ്ങള്, ഇതിനെ പറ്റിയെല്ലാം കുട്ടി നേരിട്ട് അറിയുകയും അവയെപ്പറ്റി കൂടുതൽ അടുത്ത് അറിഞ്ഞ്, നമ്മൾ പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുന്നതോ ICT-യിലൂടെ കാണുന്നതോ കുട്ടിയെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും, ഒരു ടോപ്പിക്ക് മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യും എന്നതിലുപരി നമ്മൾ നേരിട്ട് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് ഒരു ആശയം മനസ്സിലാക്കുന്നത് അത് എൻ്റെ ഡിഫറെന്റ് ആണ്. നമ്മൾ വായിക്കുന്നതിനേക്കാൾ
കാണുന്നതിനേക്കാൾ എഫക്റ്റീവാണ് നമ്മൾ തൊട്ടറിഞ്ഞ് ഒരു വസ്തു പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പ്രകൃതി നടത്തം എന്ന് പറയുന്നത് ആ കുട്ടിക്ക് ഏറ്റവും മികച്ച ലെവലിൽ ഒരു ആശയം എത്തുന്നതിന് കാരണമാകുന്ന ഒരു ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് തന്നെ പ്രകൃതി നടത്തം എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആണ് എന്ന് നമുക്ക് ഇതിനുത്തരമായിട്ട് പറയാവുന്നതാണ്. പരിസ്ഥിതി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, പരിസരം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് ഇതിൽ ചോദിക്കുന്നുണ്ട്. നമുക്ക് പരിസരം എന്നതിനേക്കാൾ പരിസ്ഥിതിനെ 3 എണ്ണാക്കി തിരിച്ചിട്ടുണ്ട്. 3 വ്യത്യസ്ത മേഖലയായിട്ട് പരിസ്ഥിതിയെ തിരിച്ചിട്ടുണ്ട്. പ്രകൃതിദത്ത പരിസ്ഥിതി, അതുപോലെ മനുഷ്യനിർമ്മിത പരിസ്ഥിതി, സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. പ്രകൃതിദത്ത പരിസ്ഥിതി, മനുഷ്യനിർമ്മിത പരിസ്ഥിതി, സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി. ഇതെല്ലാം തന്നെ ഇതിനെപ്പറ്റി ഒരു വിദ്യാർത്ഥി പഠിക്കുകയാണെങ്കിൽ ഇത് എന്താണ്, പരിസ്ഥിതി എന്താണ്, പ്രകൃതിദത്തായിട്ടുള്ള പരിസ്ഥിതി എന്ത്, മനുഷ്യനിർമ്മിത പരിസ്ഥിതി എന്ത്, സാമൂഹ്യ സാംസ്കാരിക പരിസ്ഥിതി എന്ത് എന്നല്ല പഠിക്കുന്നത്. ഇവയെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇന്ന് നേരിടുന്നത്, ഇന്നത്തെ ഇതിന്റെ അവസ്ഥ, പ്രത്യേകിച്ച് പ്രകൃതിദത്ത പരിസ്ഥിതിയുടെ ഇന്നത്തെ അവസ്ഥ, ഇത് നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതിനുള്ള പരിഹാരങ്ങൾ, ഇതെല്ലാമാണ് കുട്ടി പരിസ്ഥിതി എന്നൊരു ടോപ്പിക് പഠിക്കുന്നതിലൂടെ നേടിയെടുക്കേണ്ട കാര്യങ്ങൾ. നമ്മുടെ DLEDന്റെ ടെക്സ്റ്റിലുള്ള കാര്യമാണ്. പരിസ്ഥിതി എന്നത് ഇങ്ങനെ 3 തരം തിരിച്ചിട്ടുണ്ട് എന്നും ഇതെല്ലാം എന്തിനാണ് കുട്ടി പഠിക്കുന്നത്, ഇത്രയെല്ലാം പരിസ്ഥിതികൾ ഇത്ര ടൈപ്പ് ഉണ്ട് എന്ന് പഠിച്ചുകൊണ്ട് കുട്ടിക്ക് യാതൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നും തന്നെ ലഭിക്കുന്നില്ല. അത് ലഭിക്കുന്നത് അതിനെ ഇന്നത്തെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ്. ഓക്കെ, മറ്റൊരു ചോദ്യം, പരിസര പഠനത്തിന് അതിനെ പരിപോഷിപ്പിക്കാനായിട്ടുള്ള ഉപാധികൾ എന്തെല്ലാമാണ് എന്നൊരു ചോദ്യം. പരിസര പഠനം പരിപോഷിപ്പിക്കാനായിട്ട് ദിനാചരണങ്ങൾ, ചോദ്യപ്പെട്ടി, ക്വിസ്, ലൈബ്രറി, ലഘു മ്യൂസിയങ്ങൾ, പരിസര പഠനമൂല, ജൈവ വൈവിധ്യ ഉദ്യാനം, ബുള്ളറ്റിൻ ബോർഡ്, പരിസര പഠന ക്ലബ്ബ്, ഇവയെല്ലാം യൂസ്ഫുൾ ആണ്. പരിസര പഠനം എന്ന് പറയുന്നത് ടെക്സ്റ്റ് ബുക്കിലെ കാര്യങ്ങൾ പഠിക്കുക എന്നതുകൊണ്ട് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. നമ്മൾ പ്രകൃതിയെ, പരിസ്ഥിതിയെ, പരിസരത്തെ അറിയുക എന്നതാണ് പരിസര പഠനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് എത്രയും എഫക്റ്റീവ് ആകുന്നോ അത്രയും ആ കുട്ടികൾക്ക് യൂസ്ഫുൾ ആകും. അതിനു വേണ്ടി ഏതൊക്കെ രീതിയിൽ നമുക്ക് ചെയ്യാം, എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യാം എന്നാണ് പരിസര പഠന പരിപോഷണ പരിപാടികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് ഇതൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കുട്ടികൾക്ക് പരിസര പഠനത്തെ പറ്റി കൂടുതൽ അറിവുകൾ നൽകാനായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്സ് ആണ് ഇതെല്ലാം തന്നെ. പരിസര പഠന ക്ലബും, ബുള്ളറ്റിൻ ബോർഡും, ജൈവ വൈവിധ്യ ഉദ്യാനവും, ലഘു മ്യൂസിയവും, ക്വിസ്, ലൈബ്രറി, ചോദ്യപ്പെട്ടി, ദിനാചരണങ്ങൾ. അവസാനമായിട്ട് ICT സാധ്യതകളും നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, തീർച്ചയായിട്ടും നമ്മൾ നോക്കി വെക്കേണ്ട ചോദ്യമാണ്. പ്രത്യേകിച്ച് സയൻസ് ഡിഗ്രി മെയിൻ എടുത്തവർക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. മറ്റൊരു ചോദ്യം, പരിസര പഠന പാഠപുസ്തകം, ഇതിന്റെ പ്രത്യേകത. പരിസര പഠന പാഠപുസ്തകം, 4ാം ക്ലാസ് വരെയുള്ള പരിസര പഠന പാഠപുസ്തകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സോഷ്യലും സയൻസും മിക്സ് ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇതിന്റെ സവിശേഷത എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇതിൽ നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം. പരിസര പഠന പുസ്തകങ്ങൾ തീർച്ചയായിട്ടും ശിശു സൗഹൃദപരമാണ്. സ്വയം പഠനത്തിന് കുട്ടികളെ ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് അതിൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ, അതിന് ഉത്തരങ്ങൾ എഴുതാൻ, കുട്ടികൾക്ക് എഴുതാനായിട്ടുള്ള ഒരു പ്ലേസ് വിട്ടിട്ടുണ്ട്. അത് കുട്ടിക്ക് തുടർ പഠന നടത്തി കുട്ടി കണ്ടെത്തി എഴുതേണ്ട കാര്യങ്ങളാണ്. അതിനാൽ തന്നെ ശിശു സൗഹൃദപരമാണ് എന്ന് നമുക്ക് പറയാം. സ്വയം പഠനത്തിന് കുട്ടിയെ സഹായിക്കുന്നതാണ്, തുടർ പഠനത്തിന് സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ പരിസരബന്ധിതമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്നത്. തുറന്ന ചിന്തയെ, കുട്ടിയുടെ ക്ലോസ്ഡ് ആയിട്ടുള്ള വിവരങ്ങളല്ല കൊടുത്തിരിക്കുന്നത്. ഇതാണ് എന്ന് പറഞ്ഞ് ആ ഒരു ആശയത്തെ നിർത്തുന്നില്ല. തുടർന്ന് നിങ്ങൾക്ക് എന്തെല്ലാം ഇതിനെപ്പറ്റി കണ്ടെത്താം എന്നൊരു ചോദ്യം ഓരോ ടോപ്പിക്കിന്റെ അവസാനത്തിലും കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ തുറന്ന ചിന്തയെ പ്രോത്സാഹിപ്പിക്കുന്നതാണിത്. പ്രവർത്തനാധിഷ്ഠിതമാണ്.
അതുപോലെ തന്നെ പ്രക്രിയാധിഷ്ഠിതമാണ്, പ്രക്രിയാബന്ധിതമാണ്. ഉത്ഘടിത സമീപനമാണ് പരിസര പഠന പുസ്തകത്തില് ഇവര് സ്വീകരിച്ചിട്ടുള്ളത്. അതുപോലെ പരിസര പഠന ലക്ഷ്യങ്ങൾ എന്തെല്ലാമാണ്, അതെല്ലാം തന്നെ നേടാനായിട്ട് ഇത്തരം ഒരു പരിസര പഠന പുസ്തകം കുട്ടിയെ സഹായിക്കുന്നുണ്ട്. പരിസര പഠന പാഠപുസ്തകത്തിന്റെ മറ്റൊരു പ്രധാന സവിശേഷത എന്നത് ചാക്രികാരോഹണ രീതിയിലാണ് പരിസര പഠന പാഠപുസ്തകം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും പരിസര പഠനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഗാഢമായിട്ടുള്ള ആശയങ്ങളൊന്നും തന്നെ നൽകുന്നില്ല. കുട്ടിക്ക് വളരെ ലളിതമായി ആശയങ്ങൾ പകർന്നു കൊടുക്കുകയാണ് പരിസര പഠനത്തിലൂടെ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും സയൻസും സോഷ്യലും മിക്സ് ചെയ്തിട്ടുള്ളൊരു ചെറിയ, അതിലെ തന്നെ ഏറ്റവും ചെറിയ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ആശയങ്ങൾ മാത്രമാണ് പരിസര പഠനത്തിൽ കുട്ടിക്ക് നൽകുന്നത്. തുടർന്ന് 5, 6, 7, 8 ക്ലാസ്സുകളിൽ ഇതിന്റെ കാഠിന്യം വർദ്ധിച്ച് വരികയാണ് ചെയ്യുന്നത്. അതാണ് ചാക്രികാരോഹണ രീതി ഉൾക്കൊള്ളുന്നത് എന്ന് അർത്ഥമാക്കുന്നത്. തീർച്ചയായിട്ടും 4 വരെയുള്ള പാഠപുസ്തകങ്ങൾ നമുക്ക് എടുക്കുകയാണെങ്കിൽ 1, 2 എന്ന് പറയുന്നത് എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തി ഉത്ഘടിത രീതിയിലാണ്. അത് കഴിഞ്ഞ് 3-ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് പരിസര പഠനം എന്ന പാഠപുസ്തകം തിരിച്ച് ഒരു പ്രത്യേക ടെക്സ്റ്റ് ആയിട്ട് അവർക്ക് കിട്ടുന്നത്. അതിൽ തന്നെ വളരെ സിമ്പിൾ ആയിട്ടാണ് അവർ ആശയങ്ങൾ നൽകുന്നത്. തുടർന്ന് 4-ാം ക്ലാസ്സിൽ പരിസര പഠന പാഠപുസ്തകം എന്ന് പറയുന്നത് അല്പം കൂടി കട്ടി കൂടി സയൻസിന്റെ ഒക്കെ തന്നെ ഒരു ലെവലിലുള്ള ഐഡിയാസ്, അതുപോലെ സോഷ്യലിൻ്റെതായ ഐഡിയാസ് ഒക്കെ കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ഇത്തരത്തിൽ ചാക്രികാരോഹണ രീതി ഉൾക്കൊള്ളുന്നു എന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രാദേശിക സാധ്യത പരിഗണിക്കുന്നതാണ് എല്ലാ പാഠങ്ങളും. ഏതൊരു പാഠത്തെ നിങ്ങൾ എടുക്കുകയാണെങ്കിലും, മണ്ണ് എന്ന പാഠം എടുക്കുകയാണെങ്കിൽ നമ്മുടെ പ്രദേശത്തെ മണ്ണിനെ പറ്റിയും അതിലുണ്ടാവും. പക്ഷികൾ, നിങ്ങളുടെ ചുറ്റുപാടുമുള്ള പക്ഷികൾ, മൃഗങ്ങൾ, നിങ്ങൾക്ക് ചുറ്റും നിങ്ങൾ എന്നും കാണുന്ന മൃഗങ്ങൾ എന്നിങ്ങനെ എന്തിനെ പറ്റി പറഞ്ഞു വന്നാലും അവസാനം പ്രാദേശിക സാധ്യത ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാഠപുസ്തകമാണ് പരിസര പഠന പാഠപുസ്തകം എന്നത്. മറ്റൊന്ന്, കുട്ടിയുടെ പ്രകൃതം പരിഗണിക്കുന്നതാണ് പാഠപുസ്തകം. കുട്ടി എങ്ങനെയാണോ അതിനനുസരിച്ചാണ് പാഠപുസ്തകം അവർ രൂപപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും മറ്റ് സിലബസിലെ പുസ്തകങ്ങൾ കമ്പയർ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും മറ്റ് സിലബസിലെ പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് അത്രയും ഹൈലി വെൽ എന്നു പറയാം, കുട്ടികൾക്ക് അത്രയും ട്രെയിൻഡ് ആയിട്ടുള്ള, അതല്ലെങ്കിൽ വളരെ നോളേജ്, അതുപോലെ തന്നെ അതിലത്തെ ലാംഗ്വേജ്, ആ ഓരോ സബ്ജക്റ്റിലത്തെയും ലാംഗ്വേജ് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് അവരുടെ ടെക്സ്റ്റ് ബുക്കുകൾ. അത് സാധാരണ ഒരു കുട്ടിയെ തീർച്ചയായിട്ടും പരിഗണിക്കുന്ന തരത്തിലുള്ളതാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ നമ്മുടെ പരിസര പഠന പാഠപുസ്തകം എന്നത് ആകർഷകമാണ്. അതിന്റെ ഭാഷ, ചിത്രം, ലേഔട്ട് ഒന്നും തന്നെ കുട്ടിക്ക് അയ്യോ ഇതൊന്നും എനിക്ക് പഠിക്കാൻ പറ്റില്ലേ എന്നൊരു ചിന്ത വരുത്തുന്ന തരത്തിലുള്ളതല്ല. കണ്ടാൽ തന്നെ ഒന്ന് വായിച്ചു നോക്കാം എന്ന് തോന്നുന്ന തരത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് കുട്ടിയുടെ പ്രകൃതം പരിഗണിക്കുന്ന പാഠപുസ്തകം എന്ന് നമുക്കിതിന് വിളിക്കുന്നതിന്റെ കാരണം. ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് പറയാവുന്ന കാര്യം അനുരൂപീകരണ സാധ്യത ഉൾച്ചേർന്നതാണ്. അനുരൂപീകരണ സാധ്യത എന്ന് പറയുമ്പോൾ അതിനെ ഏത് തരത്തിലുള്ള കുട്ടിക്കും അതിലത്തെ പ്രവർത്തനങ്ങൾ മാറ്റിയെടുത്ത് അവർക്ക് കൂടി ഉപയോഗിക്കാൻ തക്ക പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പാഠപുസ്തകമാണ് പരിസര പഠന പാഠപുസ്തകം എന്നത്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. തീർച്ചയായിട്ടും പരിസര പാഠപുസ്തകത്തിന്റെ സവിശേഷതകൾ തീർച്ചയായിട്ടും നോക്കിപ്പോകണം. മറ്റൊരു പ്രധാന ചോദ്യം എന്താണ് ELPS എന്നതാണ്. അത് വിദ്യാഭ്യാസ മനഃശാസ്ത്ര വിദ്യാഭ്യാസ ചിന്തകരുടെ ഒക്കെ ഗണിത പഠന കാഴ്ചപ്പാടുകളുമായി ബന്ധപ്പെട്ട ഒരു ടേമാണ് ELPS. ഇത് E എന്ന് പറയുന്ന E ഫോർ എക്സ്പീരിയൻസ്, L ലാംഗ്വേജ്, P പിക്ചർ, S സിമ്പിൾ. E എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും നിങ്ങൾ എഴുതി വയ്ക്കുക. E എക്സ്പീരിയൻസ്, L ലാംഗ്വേജ്, P പിക്ചർ, S സിമ്പിൾ. കുട്ടികളെ
നമ്മുടെ ബ്രൂണറുടെ ആശയമൊക്കെ ആയിട്ട് ഇതിനെ ബന്ധപ്പെടുത്താം നമുക്ക്. അതിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് പ്രവർത്തനഘട്ടം, ബിംബനഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നിങ്ങനെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനാക്റ്റീവ്, ഐക്കോണിക്, സിംബോളിക്. അതുമായി ബന്ധപ്പെട്ട ഒരു ആശയമാണ് ഈ LPS എന്ന് പറയുന്നത്. കുട്ടിക്ക് ആശയം നൽകുമ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് എക്സ്പീരിയൻസിലൂടെ, ലാംഗ്വേജിലൂടെ, പിക്ചേഴ്സ് യൂസ് ചെയ്ത്, സിംബൽസ് യൂസ് ചെയ്ത്, ഇങ്ങനെ 4 തരത്തിലാണ് നമ്മൾ ഒരു കുട്ടിക്ക് ഒരു ആശയം നൽകുന്നത്. അപ്പം ബ്രൂണറുടെ ആശയമായിട്ട് ബന്ധപ്പെട്ട ഒരു ടേമാണ് ഈ LPS എന്നത്. തീർച്ചയായിട്ടും അതിനൊരു ഫുൾ ഫോം അല്ലാതെ ഇക്കും എല്ലിനും പിക്കും എസിനും ഓരോ സെപ്പറേറ്റ് വേർഡ്സ് ഉണ്ട്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെക്കുക. മറ്റൊരു പ്രധാന ചോദ്യം, അത് മാത്സുമായി റിലേറ്റഡ് ചെയ്ത് ഡിഗ്രി ബേസ് ചെയ്തവരോടാണ് അധികം ചോദിച്ചത്, എങ്കിൽ പോലും അറിഞ്ഞു വെക്കുക. ഗണിതശാസ്ത്രജ്ഞന്മാരെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേരളത്തിലെ പ്രധാനപ്പെട്ട 2 ഗണിതശാസ്ത്രജ്ഞന്മാരെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പറയാം, സംക്രമക മാധവൻ, അതുപോലെ നീലകണ്ഠ സോമയാജി, ചോമാതിരി പരമേശ്വരൻ. ഇങ്ങനെ 4 പേരെ നമുക്ക് കേരളീയർ എന്നെടുത്ത് പറയാവുന്നത് ഈ 4 പേരെയാണ്. സംക്രമ മാധവൻ, നീലകണ്ഠ സോമയാജി, ചോമാതിരി പരമേശ്വരൻ. ഓക്കെ, നമ്മൾ എഴുതി വെക്കുക കേട്ടോ, കേരളത്തിലുള്ള ഗണിതശാസ്ത്രജ്ഞൻ. അതുപോലെ തന്നെ ഇതര ഭാരതീയരിൽ വേറെ വരുന്നുണ്ട്. നമുക്ക് ആര്യഭടൻ, ഭാസ്കരാചാര്യൻ, രാമാനുജൻ, കാപ്രേക്കർ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. കേരളത്തിൽ പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടും ചോദിച്ചിട്ടുള്ളത് കൊണ്ടും അതൊന്ന് പറഞ്ഞു എന്ന് മാത്രം. വിദേശ ഗണിതശാസ്ത്രജ്ഞന്മാർ എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂക്ലിഡ്, പൈതഗോറസ്, അതുപോലെ ദക്കാർത്തെ, ഇത് 3 നമുക്ക് പറയാം. ഇന്ത്യയിൽ ഓൾറെഡി പറഞ്ഞു, കേരളത്തിലാണ് ക്വസ്റ്റ്യൻ വന്നത്. അതുകൊണ്ട് അതൊന്ന് ജസ്റ്റ് ആ ഒരു പേരുകൾ നിങ്ങൾ നോട്ട് ചെയ്ത് പോവുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എല്ലാം തന്നെ. സയൻസ്, മാത്സ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ അതല്ലാതെ തന്നെ ചോദിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും മുഴുവൻ വീഡിയോ കാണുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് താഴെ രേഖപ്പെടുത്തുക. ഏതെങ്കിലും തരത്തിലുള്ള ഇമ്പ്രൂവ്മെന്റ് വേണം എന്നുണ്ടെങ്കിൽ അതുകൂടി കമൻസിൽ രേഖപ്പെടുത്തുക. ഏവർക്കും നല്ലൊരു ഇന്റർവ്യൂ ആശംസിക്കുന്നു. നന്ദി.